ദേണ്ടേ ചെമ്പ് പൊട്ടിയപ്പോ തന്നെ ബിരിയാണി കാലി. കച്ചവടമൊക്കെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച സനിയൽ. സന്തോഷം. ഈ പഹയന്റെ ബിരിയാണി കഴിക്കാൻ ചെന്നാൽ ഇതാണ് അവസ്ഥ. ഇരുന്ന് കഴിക്കാനാണെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ബിരിയാണി തരാമെന്ന് പറഞ്ഞത് വടിച്ചു കോരി എടുക്കുകയാണ് കേട്ടോ. അപ്പൊ അത്രയ്ക്ക് ഡിമാൻഡാണ് നമ്മുടെ ഇക്കട ബിരിയാണി. നേരത്തെ ചെന്നില്ലെങ്കിൽ ചെമ്പ് കാലിയാവും, അത്രയ്ക്കും ഡിമാൻഡുള്ള ആലപ്പുഴയിലെ ബിരിയാണി. ഓട്ടോറിക്ഷയിൽ നല്ല കിടിലം ബിരിയാണി വിളമ്പി ആലപ്പുഴ ജില്ലയിലെ കുറവന്തോട് ഇന്നിതാ പുതിയ കടയും തുടങ്ങി. അരമണിക്കൂറിൽ ചെമ്പ് കാലിയാവുന്ന ഉഷാറ് കല്യാണ ബിരിയാണി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ബിരിയാണി ചെമ്പ് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, നേരത്തെ സംഭവം എല്ലാം തീരുമോ? സാധനമെല്ലാം നേരത്തെ തീർന്നു. പാഴ്സൽ തരാനില്ല, സനി വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാനാണെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ബിരിയാണി തരാമെന്ന് പറഞ്ഞത് വടിച്ചു കോരി എടുക്കുകയാണ് കേട്ടോ. അപ്പൊ അത്രയ്ക്ക് ഡിമാൻഡാണ് നമ്മുടെ ഇക്കട ബിരിയാണി. ഞാൻ ഇക്കട ബിരിയാണിയുടെ വീഡിയോ ചെയ്തിട്ടെന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു 2 വർഷം കഴിഞ്ഞ് കാണും. ആ സമയത്ത് ഇവിടെ റോഡിന്റെ പണിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഇക്ക എങ്ങനെയായിരുന്നു നമ്മുടെ കച്ചവടം തുടങ്ങുന്നത്? ഓട്ടോക്കകത്ത് കച്ചവടം ഓട്ടോക്കകത്തല്ല, ഇപ്പോഴും ആ ഓട്ടോ ഫ്രണ്ടിലിട്ടുള്ള കച്ചവടം. ഓട്ടോ മാറ്റത്തില്ല. ഓട്ടോ മാറ്റത്തില്ല, ഓട്ടോ ആണ് നമ്മുടെ ഹൈലൈറ്റ്. വന്ന വഴി മറക്കാൻ പാടില്ല. അതെ, വന്ന വഴി മറക്കാൻ പാടില്ല. ഇക്ക എങ്ങനെയുണ്ട് നമ്മുടെ കച്ചവടം? എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ, റാഹത്താണ്, ഉഷാറാണ്. ഇനിയിപ്പോ നോമ്പൊക്കെ വരാൻ വേണ്ടി പോകണം. നോമ്പിന് കച്ചവടം ഉണ്ടോ? നോമ്പിന് കച്ചവടം ഉണ്ട്, എണ്ണം കുറക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ആവശ്യക്കാർ കൂടുമ്പോ ഇക്കൊക്കെ ഒരു ചെമ്പും കൂടെ സെപ്പറേറ്റ് ചെയ്തുകൂടെ? ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കൂടെ ഒറ്റയ്ക്കേ ഉള്ളു അല്ലേ? ഒറ്റയ്ക്കേ ഉള്ളു, അതാണ്. 2 ചെമ്പ് ചെയ്യുമ്പോ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞു പോകാനുള്ള ഒരു ചെമ്പ് മതി. അത് മതി. ഏതൊക്കെ ബിരിയാണി നമ്മളിപ്പോ ചെയ്യുന്നത്? നമ്മളിപ്പോ ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്. ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്. അതെ, നിങ്ങൾ കണ്ടോണം, വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിട്ട് ബിരിയാണി കോരി അവസാനം ചെമ്പിനകത്തുള്ള ബിരിയാണി ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു തരികയാണ്. കാരണം അത്രയ്ക്കും ഡിമാൻഡായിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇക്കട ബിരിയാണി. കാരണം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നല്ലേക്കാ? അതെ, പിന്നെ തീർച്ചയായിട്ടും എല്ലാ സാധനവും കൃത്യമായിട്ടുള്ള അളവിൽ ചേർത്ത് ചെയ്യുന്ന ബിരിയാണിയാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു കുറവന്തോടുകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സലാമിക്കട ബിരിയാണി അല്ലേ? പിന്നെ അതേ കടമുറിയുണ്ട്. കടമുറിയിലോട്ട് ഇപ്പം ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഇക്ക ഒരുക്കിയിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ഈ റോഡൊക്കെ പൊളിച്ചിട്ടുണ്ടേ ഇക്കടെ കട കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ കുറവന്തോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇക്ക ആദ്യം കച്ചവടം ചെയ്തെന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ഓട്ടോയ്ക്കകത്താണ് കച്ചവടം ചെയ്തത്. ഇപ്പൊ സമയം ഉച്ചയാകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ ഇക്കടെ ചെമ്പ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ ചെമ്പ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കാലിയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ബിരിയാണി അത്രയ്ക്കും നാട്ടിൽ ഹിറ്റാണ് ഇക്കട ബിരിയാണി. ഓർഡറുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്ക വീട്ടിൽ നിങ്ങൾക്ക് ബിരിയാണി ചെയ്തെത്തിച്ചു തരും. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ബിരിയാണിയാണ്. കച്ചവടമൊക്കെ കഴിഞ്ഞ് ഇക്ക പോവുകയാണ് കേട്ടാ. 10 മിനിറ്റ് കൂടെ വൈകിരുന്നെങ്കിൽ ബിരിയാണി എടുത്തില്ലായിരുന്നു. ഞാൻ മിക്കവാറും ഇവിടെ വന്നു കഴിഞ്ഞാൽ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകത്തുള്ളൂ, തിരക്കുകളൊക്കെ കാരണം. അപ്പോൾ ഇന്ന് ആലപ്പുഴയിലോട്ടൊന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഞാൻ ആലപ്പുഴ വന്നാൽ മിക്കവാറും ഇക്കട ബിരിയാണി കയറി കഴിക്കും. കാരണം എനിക്ക് അത്രയും വിശ്വാസമായിട്ടുള്ള ബിരിയാണിയാണ്. ഇതിപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ്. അത്യാവശ്യം വലിയ 2 പീസ് ഉണ്ടാവും. റൈസൊക്കെ നല്ല ഉഗ്രൻ റൈസാണ് കേട്ടോ. ഇക്കട ബിരിയാണി വീണ്ടും ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം എല്ലാവർക്കും അറിയാവുന്ന നല്ല ബിരിയാണിയാണെന്ന് അഭിപ്രായം പലരും പറഞ്ഞിട്ടുള്ള ബിരിയാണിയാണ്. ഇപ്പോഴത്തെ പുതിയ ടേസ്റ്റ് ഒന്ന് പരീക്ഷിച്ചിട്ട് പറ. അടിപൊളി ബിരിയാണിയാണ്.